നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുകയോ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺറീഡ്, ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്, ജിഫ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഫീച്ചറുകളുണ്ട്. ഇവിടെ നമ്മൾ വാട്സപ്പിനകത്തൊരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ കണ്ടു. പല ആളുകളും വാട്സപ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ ഗാലറിയിൽ ചിലപ്പോൾ ഫോട്ടോ കാണാറുണ്ട്. ഈ ഗാലറിക്കകത്ത് കാണുന്ന ഫോട്ടോ ഏത് വാട്സപ്പിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറി കണ്ട ഒരു വീഡിയോ അത് ഏത് വാട്സപ്പിൽ ഏത് സുഹൃത്ത് അയച്ചതാണ്, അല്ലെങ്കിൽ ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോക്കകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ഫോട്ടോകളായിട്ട് എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും. വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഫോട്ടോകളൊക്കെ ഇവിടെ കാണും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഫോട്ടോ ഏത് വാട്സപ്പിലാണ് വന്നതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ആ ഫോട്ടോ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടില്ലേ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം നമുക്ക് ഏറ്റവും മുകളിൽ ഷോ ഇൻ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേത് ഗ്രൂപ്പിൽ നിന്ന് വന്നതാണെന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിന് ഈ വ്യക്തിയാണെങ്കിൽ വ്യക്തിയെ കാണാൻ സാധിക്കും, ഏത് ഗ്രൂപ്പിലാണ് ഈ ഫോട്ടോ വന്നത്, ആരാണ് അയച്ചതെന്നൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. സാധാരണ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ ഏത് ഗ്രൂപ്പിലാണെന്ന് ഓരോന്നും തപ്പിത്തിരഞ്ഞ് നടക്കണം. എന്നിട്ട് കണ്ടെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആകും. ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോട്ടോ ആണെങ്കിലും ഇവിടെ വീഡിയോസ് ആണെങ്കിലും വീഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വന്നിരിക്കുന്ന വീഡിയോസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഏത് വീഡിയോ ആണോ നിങ്ങളുടെ വീഡിയോ, നിങ്ങൾ ഏത് ചാനലിലാണോ വീഡിയോ കണ്ടതെങ്കിൽ ജസ്റ്റ് ആ വീഡിയോക്കകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷോ ഇൻ ചാറ്റ് എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഏത് വാട്സപ്പിലാണത് വന്നത് അല്ലെങ്കിൽ ഏത് സുഹൃത്താണ് അയച്ചതെന്നുള്ളതൊക്കെ വളരെ ഈസിയായി കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ലിങ്ക് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, ഡോക്യുമെൻ്റ് ഒക്കെ നമുക്ക് ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ഏതെങ്കിലും സുഹൃത്ത് ഒരു ഫോട്ടോ അയച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഈ ഫോട്ടോ എൻ്റെ ഗാലറിയിൽ കാണുന്നില്ലെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ കാണുന്നില്ലെങ്കിൽ ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് എത്തിക്കാനൊരു മാർഗ്ഗമുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില ഫോട്ടോകളൊക്കെ നമ്മൾ കുറേ തിരഞ്ഞു പിടിച്ചാൽ വാട്സപ്പിനകത്ത് ആ ഫോട്ടോ കാണില്ല. പക്ഷേ നമ്മുടെ ആ സുഹൃത്തിൻ്റെ പ്രൊഫൈലിൽ അത് കാണാനുണ്ട്, പക്ഷേ നമ്മുടെ ഗാലറിയിൽ അത് കാണാനില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പിൽ ആ ഏത് സുഹൃത്തിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ അയാളുടെ വാട്സപ്പിനകത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മുടെ ഗാലറിയിലേക്ക് ഈ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. ഗാലറിയിൽ പോയാൽ മുകളിൽ തന്നെ ആ ഫോട്ടോ കാണാൻ സാധിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് തിരഞ്ഞിട്ടും ആ ഫോട്ടോ കണ്ടെത്താൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് ആ ഫോട്ടോ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഗാലറിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഏതെങ്കിലും സുഹൃത്ത് ഒരു ഫോട്ടോ അയച്ചു, ആ ഫോട്ടോ അയാൾ ഡിലീറ്റ് ചെയ്യുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്യേണ്ട കാര്യം ആ ഫോട്ടോ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ ഫോട്ടോ റിമൂവ് ചെയ്താലും നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ റിമൂവ് ആയി പോകില്ല. കാരണം ഈ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിയിൽ സേവ് ആയി, നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ ഇനി അയാൾ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ വാട്സപ്പിൽ നിന്ന് ആ ഫോട്ടോ പോകും, പക്ഷേ നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ പോകില്ല. അപ്പോൾ ഏതെങ്കിലും സുഹൃത്തൊക്കെ ഒരു ഫോട്ടോ അയച്ച് അയാളത് ഡിലീറ്റ് ചെയ്യുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ പിടിച്ച് അങ്ങ് സേവ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഗാലറിയിൽ ആ ഫോട്ടോ കാണും. ഡിലീറ്റ് ചെയ്താൽ വാട്സപ്പിൽ നിന്ന് മാത്രമേ ആ ഫോട്ടോ നഷ്ടപ്പെടുള്ളൂ. ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പിനകത്തുണ്ട്. ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.